പിന്നെ അടുത്തത് സജീവായിരുന്നു, സജീവ് ഗോപാലപിള്ളை. അപ്പോൾ ജെറി തിരുവനന്തപുരത്തു നിന്നാണ്, യാ വെങ്ങന്നൂർ, വെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവനന്തപുരത്ത് നിന്നായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഗോപാലപിള്ള ഉണ്ടായിരുന്നു. അപ്പോൾ ഗോപാലപിള്ള അവൻ കൊല്ലത്തുനിന്ന് അവനീശ്വരൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്. അപ്പോൾ ഗോപാലപിള്ളയെ പറ്റിയിട്ട് അപ്പോൾ യുദ്ധം കഴിഞ്ഞ് കാഷ്വാലിറ്റി ആയതിനു ശേഷമാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഗോപാലപിള്ള 4th ഫീൽഡ് റെജിമെൻറ്റിലായിരുന്നു. അപ്പോൾ ഗോപാലപിള്ള ഇതുമാതിരി തന്നെ ഫോർവേഡ് ഒബ്സർവേഷൻ ഓഫീസറുടെ കൂടെ പോയിരുന്ന ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ടെക്നിക്കൽ അസിസ്റ്റൻ്റാണ് ഈ ഫോർവേഡ് ഒബ്സർവേഷൻ ഓഫീസർക്കുള്ള ടെക്നിക്കൽ ഡാറ്റ മുഴുവൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് കണ്ടാൽ ആ ടാർഗറ്റിലേക്കുള്ള ദൂരം എത്രയാണ്, പിന്നെ കുറേ വേറെ ടെക്നിക്കൽ ഡാറ്റ ഉണ്ട്. ഒരു റൗണ്ട് വന്ന് വീണാൽ ആ റൗണ്ടിനെ നമ്മൾ എങ്ങനെ കറക്റ്റ് ചെയ്യണം, അപ്പോൾ അതിനൊക്കെ കുറേ ഡാറ്റ, ഈ ഡാറ്റ മുഴുവനും പ്രിപ്പയർ ചെയ്ത് കൊടുക്കലാണ് പിന്നെ ഇവരുടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ജോലി. അങ്ങനെ ഗോപാൽപിള്ള ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗോപാൽപിള്ളയുടെ അവിടെ ഇവരെ വളഞ്ഞതാണ്. ആക്ച്വലി ഗോപാൽപിള്ളയുടെ ആ ടീമിനെ പാകിസ്ഥാനികൾ വന്ന് വളഞ്ഞിട്ട് ഇവരുടെ മീതെ ഒരുപാട് ഫയർ ചെയ്തിട്ട് അപ്പോൾ ഇഞ്ചർഡായി. ഗോപാൽപിള്ള ഇഞ്ചേർഡായിട്ടും അത് കാരണമാണ് അവന് വീർചക്ര കിട്ടാൻ കാരണം. ഇഞ്ചേർഡായിട്ട് ഈ കുട്ടി എന്ത് ചെയ്തെന്നറിയോ, ഇവൻ്റെ പോക്കറ്റിൽ ഒരു ഹാങ്കർ ചീഫ് ഉണ്ടായിരുന്നു അത്രേ, അതെടുത്തിട്ട് വനങ്ങോട്ട് ചുറ്റിട്ട് ചലോ. ഓഫീസർക്കൊന്നും പറ്റിയിട്ടില്ല ആ സമയത്ത്, രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. ഇവനാണ് മുറിവേറ്റത്. ചലോ എന്ന് പറഞ്ഞു. കുറച്ചും കൂടെ ദൂരത്ത് പോയിട്ട് പിന്നീട് 2 ടാർഗറ്റ് എൻഗേജ് ചെയ്തവർ. സോ ആ ഒരു ഓഫീസറാണെങ്കിൽ നമുക്ക് ആ മോട്ടിവേഷൻ ആലോചിക്കാം വൈജത്. ഇത് ഒരു ജവാൻ, വളരെ തുച്ഛം സർവീസുള്ള ഒരു പയ്യൻ ഇതുമാതിരി ചിന്തിക്കാമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെല്ലുമ്പോഴത്തേന് പിന്നെ വേറെ ഒരെണ്ണം ഒരു ബുള്ളറ്റ് കൂടെ കൊണ്ട് എക്സാക്ട്ലി ഏത് ഭാഗത്താണ് എന്നറിയില്ല. അപ്പോൾ ഇത് മെയ് 15-ന് 29-നോ മെയ് 29-നാണ് തോന്നുന്നു. മെയ് 29-ന് അവിടുന്ന് പിന്നെ സജീവിനെ ഇവാക്യുവേറ്റ് ചെയ്തു. ജൂലൈ 15 ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് മരിച്ചത്. മിടുക്കനായിട്ടുള്ള പയ്യൻ, നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. ഒരു സാധാരണ അത്ര എളുപ്പമല്ല ഒരു വീർചക്ര കിട്ടുക എന്ന് പറയുന്നത്. യു ഹാവ് ടു ഡു സംതിങ് എക്സ്ട്രാ ഓർഡിനറി ഇല്ലേ വാജത്ത്? എത്ര ആൾക്കാർക്ക് ഇന്നേവരെ വീർചക്ര കിട്ടിയിട്ടുണ്ട്. വെരി ഡിസർവിങ് കേസ്. നമ്മുടെ റെജിമെൻ്റ് ഓഫ് ആർട്ടിലറിയുടെ അഭിമാനം എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 4 പേരും നമ്മുടെ മലയാളി ബ്രില്യൻ പീപ്പിൾ. അതിൽ വിഷാദിന് വീർചക്ര, ഗോപാൽ പിള്ളയ്ക്ക് സജീവിന് വീർചക്ര, ജെറിക്ക് വീർചക്ര, വിക്രമിന് സേനാ മെഡൽ. അപ്പോൾ ഞാൻ ഇത്രയും മലയാളികൾ പറഞ്ഞ് ഇവർക്ക് അവാർഡ് കിട്ടിയോണ്ടല്ലോ. ഇപ്പം ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ ഇതും ഇപ്പം ഇതിൽ 3 ഓഫീസേഴ്സ് റെജിമെൻ്റ് ഓഫ് ആർട്ടിലറിയിൽ നിന്നാണ്. റെജിമെൻ്റ് ഓഫ് ആർട്ടിലറിയിൽ നിന്ന് ആകെ 4 വീർചക്രയാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 വീർചക്ര മലയാളികളായിരുന്നു. അപ്പോൾ അതൊരു വലിയ നേട്ടം തന്നെയായിരുന്നു. പിന്നെ കുറേ മലയാളീസൊക്കെ ജവാന്മാരും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല വായിച്ചത്. ബട്ട് ദീസ് ആർ ദ 4 മലയാളി പീപ്പിൾ.